വയനാട് ചീരാലിൽ വീണ്ടും കരടി. പ്രദേശത്തെ വീടിന് മുന്നിലാണ് കരടി എത്തിയത്. കഴിഞ്ഞ ദിവസം മറ്റൊരു വീടിന്റെ മുന്നിലും കരടി എത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ഫൈസൽ നെടുമ്പാലുണ്ട്. ഫൈസൽ, ഈ ഒരു വന്യമൃഗശല്യം ഒഴിയുന്നില്ല. ഇപ്പോൾ ഈ കരടി പ്രദേശത്ത് നിന്ന് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വനത്തിലേക്ക് കയറിയിട്ടുണ്ടോ? ഒപ്പം വനംവകുപ്പ് അവിടെ എത്തിയിട്ടുണ്ടോ സ്ഥലത്ത്? ഹരി, മൂന്നാമത്തെ തവണയാണ് ഈ ഒരു ചീരാൽ ഭാഗത്ത് കരടി എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ പറയുന്ന ചീരാലിന്റെ മറ്റൊരു ഭാഗത്ത് കരടി എത്തിയിരുന്നു. അതിനും ആഴ്ചകൾക്ക് മുമ്പ് ഇതുപോലെ സമാനമായ രീതിയിൽ ഒരു തോട്ടത്തിൽ കരടിയെ കണ്ടിരുന്നു. ഇപ്പോൾ ഈ ചീരാലി ബത്തേരി ഭാഗങ്ങളിൽ കരടിയുടെ സാന്നിധ്യം സ്ഥിരമായതോടുകൂടി ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നുണ്ടെങ്കിലും കരടിയെ കണ്ടെത്താനായിട്ടില്ല. ഇന്നിപ്പോൾ പടമാടൻ ഡെയ്സിയുടെ വീടിന് മുന്നിലാണ് കരടി എത്തിയത്. കഴിഞ്ഞ ദിവസം അയൽവാസിയായ വിശ്വനാഥന്റെ വീട്ടുപറമ്പിലും കരടി എത്തിയിരുന്നു. ഈ കരടിയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ CCTVയിലും അതുപോലെ തന്നെ ആളുകൾ മൊബൈൽ പകർത്തുകയും ഒക്കെ ചെയ്തതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു എന്നല്ലാതെ ഈ കടുവയെ കണ്ടെത്തുന്നതിനോ പിടികൂടുന്നതിനോ ഇതുവരെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. കടുവയെ അടിയന്തരമായി പിടികൂടാനുള്ള ഇടപെടൽ എത്രയും വേഗം ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.